ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ എന്താ പറയുക, ഡേ മൈ ലൈഫായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വെള്ളയിക്കാൻ പോവുകയാണ്. നമുക്ക് വെള്ളയിച്ചിട്ട് കാണാം. മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വെള്ളയിക്കുന്നത്. അപ്പം വെള്ളമൊക്കെ തേച്ച് കഴിഞ്ഞു. നിറയ്ക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മൾ മുടിയൊക്കെ കിട്ടി സെറ്റായി. ഇനി നമുക്ക് എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചാണെങ്കിൽ അങ്ങനെ വലിയ പരിപാടിയാണ്. അവിടെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത്, ഞാനിങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഫ്രൂട്ട്സൊക്കെ എന്താ പറയുക, ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ നോക്കും കേട്ടോ നമ്മുടെ ഇവിടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? ഇനി ഷോർട്സ് ആയിട്ട് ഇടാന്ന് പറഞ്ഞായിരുന്നു അമ്പലം. അത് ഞാൻ ഇന്നെന്തായാലും ഞാൻ ഉറപ്പായിട്ടും ഇടാം കേട്ടോ. പിന്നെ മാങ്ങയും അതൊക്കെ എനിക്കൊന്നും ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. വർക്കല ബീച്ചിൽ ഓക്കെ. പിന്നെ ഞാൻ ഇന്നലെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു മുല്ലയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ഒത്തിരി വളർന്ന് മുല്ല. ഒന്ന് എണ്ണി നോക്കട്ടെ. 8 എണ്ണം ഉണ്ടായിരുന്നു, 6 എണ്ണം ഉണ്ടായിരുന്നുള്ളൂ. 8 പൂക്കളും. ഹലോ, പാർവാടി നമ്പർ പോയതാണ്. നമ്പിയെ വിളിച്ചതാണ്. അതാണ് ഞാൻ സൗണ്ട് കേട്ടപ്പോ ആരാരെന്ന് ചോദിക്കുന്നത്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ മുല്ലപ്പൊക്കെ പറിച്ചിട്ടുണ്ട്. അമ്മ ഞാനൊരു കാര്യം കാണിച്ചു തരാം. അതെനിക്കിങ്ങനെ തിരിച്ച് കാണിക്കാൻ എനിക്കിങ്ങനെ പറ്റുമോ നോക്കട്ടെ. കണ്ട ഭാഗ്യം ഏതെങ്കിലും കിട്ടണം. ഇത് ഞാൻ കുഞ്ഞൊരു ചെടിയായിരുന്നേ. കുഞ്ഞു ചെടി ഞാനിങ്ങനെ 3 സൈഡിലായിട്ട് നട്ടു. അത് ഞാൻ വീട് വെച്ചപ്പം വെച്ചാണ്. ഇപ്പം ഇത് 4-5 വർഷമൊക്കെ ആയി കാണും. ആ സമയമായപ്പോൾ കണ്ട അങ്ങനെ ഫുള്ള് കിഴിച്ച് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് കിടക്കുവാണ്. നിറച്ചുകൂടെ ഇങ്ങനെ ഈ ഭാഗം തൊട്ട് അങ്ങ് അറ്റത്ത് വരെ ഉണ്ട്. അറ്റത്ത് വരെയല്ല, അത്ര വരെ കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്ട്രോബെറി പേരയ്ക്ക് നിങ്ങളടുത്ത് കുറേ നാളായിട്ട് ഞാൻ കാണിക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഇട്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും നിങ്ങളൊന്ന് വീഡിയോ സബ്സ്ക്രൈബ് ആ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയാൽ പോരെ. നിങ്ങളുടെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. കാക്കേ സീരിയസ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാക്ക അവിടെ നിന്ന് വെള്ളം കുടിക്കണം. നിനക്ക് വട്ടുണ്ടോ കാക്കി? അപ്പോൾ ഇതാണ് സ്ട്രോബെറി പേരയ്ക്ക. ക്ലിയർ കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇത് പഴുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിൽക്കേ ഒരു കല്ലെടുത്ത് ഞാൻ അടിച്ച്
കാണിച്ച് അടിച്ചാലേ അത് പൊട്ടുള്ളൂ. കരിയത് പച്ചയാണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ ഇത്തിരി കഷ്ടം. എന്നെ കൊല്ലും. കാരണം ഇവിടെ മണമ്പൂരുള്ള ഒരു ചെറുക്കൻ്റെ ഒരു കേസ് ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ പത്രത്തിൽ കണ്ടെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് തിരിച്ച് അമ്പിയെ വിളിച്ചതായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ആലോചിക്കണം, ഈ നമ്പർ ഇപ്പോൾ അമ്പി വിളിച്ചാൽ ഇവനെങ്ങനെയാണെന്ന് ഞാൻ ഫോണകത്തിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഈ വരെ ഞാൻ പിന്നെ ഒരു മിനിറ്റ് മൊബൈലൊന്നും ഞാൻ ഓക്കെ. അപ്പം ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ ഹോം ടൂർ ഞാൻ കാണിക്കാം. ഹോം ടൂറായിട്ട് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഹോം ടൂറായിട്ട് കാണിക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഞാൻ വീട് കാണിച്ചു തരാം. അകമൊന്നുമല്ല, അതും കാണിച്ചാൽ നിങ്ങൾ മരിച്ച് വീഴും. അത്രയ്ക്കും വൃത്തികേടായിട്ടാണ്. അത്ര വൃത്തികേടൊന്നും ഇല്ല, എന്നാലും പിന്നെ ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നു വേറൊരു വീഡിയോ. അത് ഞാൻ എന്തായാലും ഇന്ന് ഇടാൻ പറ്റുമെങ്കിൽ ഇടാം, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി ഇടാം. എന്തായാലും ഇന്ന് രാവിലെ പറ്റുമെങ്കിൽ ഇടാം കേട്ടോ. അപ്പം ദേ ഞാൻ കല്ലെടുത്തിട്ട് വരാമേ. തടിയും കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇടിച്ചൊന്ന് ചമ്മന്തിയാക്കി കേട്ടോ. നമുക്ക് ഗായ്സ് പൊട്ടി കണ്ടില്ലേ? ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഴിയുണ്ട്. ഇത് ക്ലിയർ കിട്ടുമെന്ന് പറഞ്ഞൂടെ? ഒരു മിനിറ്റേ. ഓക്കെ, ഇപ്പൊ ക്ലിയർ കിട്ടിയില്ലേ? എനിക്ക് മുല്ലപ്പൂ കാണിച്ചത് കണ്ടില്ലേ? നിറച്ചും മുല്ലപ്പൂ. അപ്പോൾ അതെ നമ്മൾ വന്നിട്ടുണ്ട്. ഞാനൊരു സംഭവം ഇവിടെ ഉണ്ടാക്കി. ഇൻഡിപെൻഡൻസ് ഡേക്ക് ഉണ്ടാക്കിയാണ്. ഇതുവരെ കാണിക്കാൻ പറ്റില്ല കേട്ടാ. ഇങ്ങനെയിട്ട് നിങ്ങളെ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ കുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിലല്ല, ഇവിടെ ഒരു ട്രേ ഉണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് വെച്ച് കൊത്തിയിട്ടാണ്. ഒരു ഡെപ്പയാണ് സംഭവം വരുന്നത്. പൂ ഞാൻ ഒട്ടിച്ചാണ്. ഡെപ്പ നമുക്കൊന്ന് തുറക്കാൻ പറ്റും. തുറന്നുള്ള സാധനങ്ങൾ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട് എന്നാണ് കേട്ടോ. ലോലിപോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊക്കെ കുറച്ച് ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ടുണ്ടാക്കിയാണ്. എന്തായാലും എനിക്കൊരു കോള് വന്നു, പക്ഷെ ഞാനത് അറ്റൻഡ് ചെയ്യാൻ തയ്യാറായിട്ടില്ല. എനിക്കൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ ഇനി പാർട്ട് 2 ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.